ഹായ് ഗൈസ്, ഇന്ന് മുതൽ നമ്മൾ കാണാൻ പോകുന്ന സിനിമയുടെ പേരാണ് 20th സെഞ്ച്വറി ഗേൾ. ഈ സിനിമയെ പറ്റി കൂടുതലൊന്നും പറയാനില്ല. ഇതിനകത്തുള്ള നായകനും നായികയും എല്ലാവർക്കും നല്ല പരിചയമുള്ളവരായിരിക്കും. ഇവര് രണ്ടുപേരും ആരാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ പിന്നെ വെച്ച് താമസിപ്പിക്കാതെ നമുക്ക് സ്റ്റോറിയിലോട്ട് കടന്നാലോ. കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ നായികയായിട്ടുള്ള ബോറേനെയാ കാണിക്കുന്നത്. അവളാണെങ്കിൽ തറയിൽ കിടക്കുന്ന അവളുടെ കൂട്ടുകാരിനെ നോക്കിയിട്ട് പറയും, നീ എന്താ ഇങ്ങനെ കിടക്കുന്നേ, നിനക്ക് പോകാനുള്ള നേരമായില്ലേ, ഹേർട്ട് സർജറിക്ക് നേരത്തെ ചെല്ലണ്ടേ, അതുകൊണ്ട് തന്നെ വേഗം എഴുന്നേക്കെന്ന് പറഞ്ഞിട്ട് അവളുടെ കൂട്ടുകാരിനെ എഴുന്നേപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കും. ഉടനെ തന്നെ അവളുടെ ഫ്രണ്ട് പറയും, അതിന് ഹേർട്ട് സർജറിക്ക് എൻ്റെ കയ്യിൽ ഹേർട്ട് ഉണ്ടായിട്ട് വേണ്ടേ. ഉടനെ തന്നെ നമ്മുടെ ബോറ അവളുടെ അടുത്ത് ചോദിക്കും, നീ എന്തോ ഈ പറയുന്നേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അവളുടെ കൂട്ടുകാരി പറയും, നിനക്കൊരു കാര്യം അറിയാവോ, ഇന്നലെ ഞാനൊരു ചെറുക്കനെ കണ്ടായിരുന്നു, എനിക്ക് അവൻ്റെ അടുത്ത് ഫസ്റ്റിൽ തന്നെ ക്രഷ് അടിച്ചു എന്നും പറഞ്ഞിട്ട് ഇവളുടെ കൂട്ടുകാരിയാണെങ്കിൽ എന്താ സംഭവം എന്ന് നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് തുടങ്ങും. അവിടെ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഇവളുടെ കൂട്ടുകാരിയാണെങ്കിൽ ഒരു കടയിലായിട്ട് നിൽക്കുമായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ സ്വന്തം കടയാണ്. അപ്പോൾ അവിടെയായിട്ട് ഒരു ചെറുക്കൻ കയറി വരും. ഇവനെ കാണുന്നേ നമ്മുടെ ഈ പെങ്കൊച്ചിനാണെങ്കിൽ ഭയങ്കരമായിട്ടങ്ങ് ക്രഷ് അടിക്കും. അവളാണെങ്കിൽ അവിടെ പറയും, എൻ്റെ അമ്മ ഇവിടെ ഇല്ല, അമ്മ പുറത്തോട്ട് പോയേക്കുവാണ്, അർജൻറ്റാണ് എന്നുണ്ടെങ്കിൽ ഡ്രസ്സിൻ്റെ അളവ് ഞാൻ വേണമെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ മുമ്പിലോട്ട് നടക്കും. എന്നാൽ ഇവളുടെ കൺട്രോൾ പോയിട്ട് ഇവളവിടെ തട്ടി അങ്ങ് വീഴും. ഇവളുടെ കയ്യിലായിട്ടൊരു സൂചിയും ഉണ്ടായിരുന്നു. ഈ സൂചിയാണെങ്കിൽ കറക്റ്റായിട്ട് ഇവളുടെ കയ്യിലങ്ങ് പൊത്തു കയറും. ഇവളുടെ കയ്യിൽ നിന്ന് നല്ല ബ്ലഡും വരുന്നുണ്ട്. ഇവളെ എന്ത് വേണോന്ന് അറിയാണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് പെട്ടെന്ന് തന്നെ ഈ ചെറുക്കനാണെങ്കിൽ ഇവളുടെ അടുത്തായിട്ട് വന്നിട്ട് ഇവളുടെ കയ്യിൽ കയറി അങ്ങ് പിടിക്കും. ഇവന്റെ ഫേസ് നമുക്ക് കാണിച്ചു തരത്തില്ല, ദൂരെ നിന്നേ കാണിക്കത്തോളൂ. ഇവന്റെ യൂണിഫോമും ഇവന്റെ കഴുത്തിലുള്ള സ്കാർഫും ഒക്കെ കാണിക്കും. ഇവന്റെ നെയിം ബാഡ്ജിലായിട്ട് ഹിംചിയെ എന്ന് പേരും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ പെങ്കൊച്ചാണെങ്കിൽ അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അവിടെ ഈ കൂട്ടുകാരി പെങ്കൊച്ചാണെങ്കിൽ ബോറെടുത്ത് പറയും, എന്താണെന്നറിയത്തില്ല, എനിക്കിവനെ കണ്ടപ്പോൾ എൻ്റെ കൺട്രോൾ എല്ലാം പോയി, എൻ്റെ ഹൃദയത്തിൽ നിന്ന് ബട്ടർഫ്ലൈസ് പറക്കുന്നത് പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തത്, അത്രയ്ക്കും ക്രഷായിരുന്നു, എൻ്റെ ഹാർട്ട് ബീറ്റും ഒക്കെ കൂടി. ഇത് കേൾക്കുന്നേ നമ്മുടെ ബോറയാണെങ്കിൽ അവളുടെ അടുത്ത് പറയും, എടി അതിന് വേണ്ടിയിട്ടല്ലേ നിനക്കിപ്പോൾ സർജറി ചെയ്യുന്നത്, നീ ഒന്ന് മിണ്ടാണ്ടിരിക്കുക. ഇന്നാളൊരു ദിവസം നിനക്ക് നമ്മളെ പഠിപ്പിക്കാൻ വന്ന മാത്സ് ടീച്ചറിൻ്റെ അടുത്തായിരുന്നു ക്രഷ്, ദാ പിന്നെ ഈ ബുക്കിൻ്റെ പ്രൊഫൈലിൽ കാണുന്ന ഈ ചെറുക്കൻ്റെ അടുത്തും ഇപ്പം നീ ഇതാ വേറൊരുത്തൻ്റെ അടുത്ത് ക്രഷാന്ന് പറയുന്നു. ഇതിനകത്ത് ഞാനിപ്പോൾ ആരുടെ കാര്യമോ വിശ്വസിക്കേണ്ടേ എന്ന് നമ്മുടെ ബോറയാണെങ്കിൽ അവളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിക്കും. ഇത് കേൾക്കുന്നേ അവളുടെ ഫ്രണ്ട് പറയും, ഇടി ഇത്തവണ അങ്ങനെയൊന്നുമല്ല, എനിക്ക് ഉറങ്ങാൻ കൂടി പറ്റിയില്ല, രാത്രി മൊത്തം ഞാൻ അവനെ പറ്റി ആലോചിച്ചുകൊണ്ടിരുന്നത്, ഇത്തവണ അത് ഭയങ്കര സീരിയസാ എന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ബോറ വിചാരിക്കും, ഓഹോ അവൾക്കിപ്പോൾ പ്രേമം തലയ്ക്ക് പിടിച്ചെന്നാ തോന്നുന്നേ, അപ്പോൾ പിന്നെ അവൾ ഇത് ഇപ്പോഴെങ്ങും മാറ്റാനുള്ള ഒരു ലക്ഷണവും ഇല്ല. അവസാനം നമ്മുടെ ബോറയാണെങ്കിൽ അവളുടെ ഫ്രണ്ടിൻ്റെ ഈ ക്രഷിനെ ഇങ്ങ് സമ്മതിച്ചു കൊടുക്കും. എന്നിട്ട് അവൾ പറയും, നീ ധൈര്യമായിട്ട് സർജറിക്ക് വേണ്ടിയിട്ട് ന്യൂയോർക്ക് പോയിട്ട് വാ, നീ വരുമ്പോഴത്തേക്കും ഞാൻ ഉറപ്പായിട്ടും ഇവനെ കണ്ടുപിടിച്ച് നീയുമായിട്ട് സെറ്റാക്കാനുള്ള എല്ലാ പരിപാടിയും ചെയ്തു വെച്ചേക്കും എന്നും പറഞ്ഞിട്ട് നമ്മുടെ ബോറയാണെങ്കിൽ ഇവളുടെ ഫ്രണ്ടുമായിട്ടിരുന്നിട്ട് ഒരു കോമൺ ആയിട്ടുള്ള മെയിൽ ഐ ഡി ഒക്കെ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ പാസ്വേഡ് ബെസ്റ്റ് ഫ്രണ്ട്സ് ഫോർ എവർ എന്നും ആക്കും. എന്നിട്ട് നമ്മുടെ ബോറ അവളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയും, നീ ധൈര്യമായിട്ട് സർജറി ഒക്കെ ചെയ്തിട്ട് വാ, നിനക്ക് ഞാൻ ഡെയിലി അപ്ഡേറ്റ് തരാം, ഇവൻ ആരാണ്, എന്താണ്, എവിടെയാണ് പഠിക്കുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് നിനക്ക് പറഞ്ഞുതരാം, ഇവനെ നിനക്ക് എന്നും മീറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മുടെ ബോറയാണെങ്കിൽ അവളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയും. അങ്ങനെ ധൈര്യമൊക്കെ കൊടുത്തിട്ടാണ് അവളുടെ ഫ്രണ്ടിനെ ന്യൂയോർക്കിലോട്ട് പറഞ്ഞു വിടുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഈ ബോറയാണെങ്കിൽ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് വേണ്ടിയിട്ട് ആ ചെറുക്കനെ തപ്പി ഇറങ്ങാൻ വേണ്ടി തന്നെ തീരുമാനിച്ചിരിക്കുവാണ്. അവൾ അങ്ങനെ രാവിലെ തന്നെ റെഡി ആയിട്ട് നല്ലതുപോലെ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ബസ് സ്റ്റോപ്പിലായിട്ട് ചെല്ലും. ബസ് കയറാൻ വേണ്ടിയിട്ട് അവൾ ഒരുപാട് ഓടുകയൊക്കെ ചെയ്യും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കൂട്ടുകാരി പറഞ്ഞ അവൻ്റെ യൂണിഫോമില്ലേ, ആ യൂണിഫോമിലുള്ള കുട്ടികളെല്ലാം ഈ ബസ്സിലാണ് കയറുന്നത്. അങ്ങനെ അവളാണെങ്കിൽ ഭയങ്കര കഷ്ടപ്പെട്ട് ആ ബസ് എങ്ങനെയെങ്കിലുമൊക്കെ നിർത്തിച്ച് ബസ്സിൻ്റെ അകത്തായിട്ട് കയറും. എന്നിട്ട് അവളാണെങ്കിൽ അവിടെ ഇങ്ങനെ കയറി നിൽക്കുന്നേയും ഈ ഡ്രൈവർ ഭയങ്കര ബ്രേക്ക് കൊടുത്ത് വരുന്നു. ആദ്യമേ തന്നെ നമ്മുടെ ബോറയാണെങ്കിൽ ഒരു ചെറുക്കൻ്റെ മടിയിലായിട്ട് ചെന്നങ്ങ് ഇരിക്കും. സത്യം പറഞ്ഞാൽ ഇവളാണെങ്കിൽ അവൻ്റെ ഫേസ് ഒന്നും നോക്കത്തില്ല, അവൾ വേഗം തന്നെ അവിടെ നിന്ന് ചാടി അങ്ങ് എഴുന്നേക്കും. വീണ്ടും ഈ ഡ്രൈവർ നല്ലതുപോലെ ഒരു ബ്രേക്ക് പിടിക്കും. അപ്പോൾ വീണ്ടും നമ്മുടെ ഈ ബോറയാണെങ്കിൽ ഈ ചെറുക്കൻ്റെ തന്നെ ദേഹത്തായിട്ട് വീഴാനായിട്ട് പോകും. ഉടനെ നമ്മുടെ ബോറയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് അവൾ അവിടെ കിടന്ന് വിളിച്ചു പോകും, നിങ്ങൾക്ക് മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചൂടെ, എന്തുവാ ഇങ്ങനെയൊക്കെ ബ്രേക്ക് പിടിക്കുന്നതെന്നും പറഞ്ഞിട്ട്. ഉടനെ തന്നെ ഈ ചെറുക്കനാണെങ്കിൽ എഴുന്നേറ്റിട്ട് നമ്മുടെ ബോറയെടുത്ത് പറയും, നീ എവിടെ ഇരുന്നോ, ഞാൻ എന്തായിരുന്നാലും നിന്നോളാം എന്ന്. പെട്ടെന്ന് നമ്മുടെ ബോറയാണെങ്കിൽ ആ ചെറുക്കൻ്റെ ഷർട്ടിലോട്ട് നോക്കുമ്പോഴാണ് കാണുന്നത്. അതായത് ഇവൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരി പെണ്ണ് ഏത് ചെറുക്കൻ്റെ പേരാണോ പറഞ്ഞേ അതേ പേര് തന്നെയാ എന്ന്. പെട്ടെന്ന് തന്നെ നമ്മളുടെ ബോറയ്ക്ക് ഭയങ്കര സന്തോഷം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഒരുപാട് കഷ്ടപ്പെടാണ്ട് തന്നെ ഇവളുടെ ഫ്രണ്ടിൻ്റെ ക്രഷിനെ കണ്ടുപിടിച്ചല്ലോ,
അതാലോചിച്ചിട്ട് ഇവർ രണ്ടുപേരും ഇന്നത്തെ ദിവസം ആദ്യമായിട്ടാണ് പരസ്പരം മീറ്റ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ ബോറ നോക്കുമ്പോൾ രണ്ടുപേരും ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോറയ്ക്കാണെങ്കിൽ കുറച്ചുകൂടി സന്തോഷം. ഇനിയിപ്പോൾ ഇവനെ കാണാൻ വേണ്ടിയിട്ട് വേറെ സ്കൂളിൽ പോകേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. അങ്ങനെ അവൾ ഭയങ്കരമായിട്ട് സന്തോഷിച്ച് നിൽക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഈ ഹ്യുഞ്ചിനുണ്ടല്ലോ, അവനാണെങ്കിൽ അവൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഈ സ്കൂളിലോട്ട് ഇങ്ങനെ നടന്നു വരുന്നതാണ്. നമ്മളുടെ ബോറയാണെങ്കിൽ ഇവനെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. ഇവൻ എന്താണ് ചെയ്യുന്നത്, ഇവൻ ആരുടെ കൂടെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നേ പുറകിൽ നിന്നൊരു സാറ് വന്നിട്ട് ഇവളുടെ കോളറിന് കയറി അങ്ങ് പിടിക്കും. എന്നിട്ട് ചോദിക്കും, നീ ഇതെങ്ങോട്ടാണ് പോകുന്നത്? പെങ്കൊച്ചുങ്ങളെല്ലാം വേറെ ക്ലാസ്സിലാണ്, നീ ഇങ്ങോട്ട് വന്നു പറഞ്ഞിട്ട് നമ്മുടെ ബോറേനെയും വിളിച്ചുകൊണ്ട് വേറൊരു ക്ലാസ്സിലുണ്ടോന്നാക്കും. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ സ്കൂൾ പോലൊന്നും അല്ല. ഇവിടെയാണെങ്കിൽ ഗേൾസും ബോയ്സും ഒക്കെ സെപ്പറേറ്റ് ക്ലാസ്സിലാണ് ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ബോറയ്ക്കങ്ങ് ഭയങ്കര സങ്കടമാവും. അവളാണെങ്കിൽ അവിടെ ഭയങ്കരമായിട്ട് ഡെസ്പായിട്ടിരിക്കും. എന്നാലും ഇത് എവിടുത്തെ ഏർപ്പാടാ, ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എനിക്ക് അവനെ ഒന്ന് കണ്ട് സംസാരിക്കാനുള്ള അവസരം പോലും കിട്ടത്തില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് അപ്പോൾ നമ്മുടെ ബോറയുടെ അടുത്തായിട്ട് ഒരു പെങ്കൊച്ചിരിപ്പുണ്ടായിരുന്നു, ഒരു കണ്ണാടി വെച്ച പെണ്ണ്. അവളാണെങ്കിൽ പറയും, നീ സങ്കടപ്പെടുകയൊന്നും വേണ്ട, ആൺകൊച്ചുങ്ങളെ കാണാൻ നമുക്കൊരു അവസരം കിട്ടും. എപ്പോഴാണെന്നറിയാവോ? ഇൻ്റർവെൽ ടൈമിൽ എല്ലാവരും നല്ലതുപോലെ ഓടുന്നത് നിനക്ക് കാണാം. സംഭവം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർവെൽ ടൈം ആകുമ്പോഴത്തേക്ക് ഈ ബോയ്സും ഗേൾസും എല്ലാവരോടും ചേർന്നിട്ടേ ഒരു റെസ്റ്റോറൻറ്റ് പോലത്തെ ഒരു കടയുണ്ട്. അവിടെയാണെങ്കിൽ ഒരുതപ്പെട്ട എല്ലാ സ്നാക്സും കിട്ടും. എല്ലാവരും അവിടെയായിട്ട് ഇടിച്ചു കയറാനായിട്ട് തുടങ്ങും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു പ്ലേസിൽ വെച്ചിട്ടാണ് ബോയ്സും ഗേൾസും ഒക്കെ നല്ലതുപോലെ മിങ്കിളാവുന്നത്. അങ്ങനെ നമ്മുടെ ബോറയും ഈ സ്ഥലത്തായിട്ട് വരും. എന്നിട്ട് അവളാണെങ്കിൽ നമ്മുടെ ഈ ഹ്യുഞ്ചിനില്ലേ, അവനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ബോറയുടെ ഇപ്പോഴത്തെ മെയിൻ ഹോബി എന്ന് പറയുന്നത് ഈ ഹ്യുഞ്ചൻ എന്ന് പറയുന്ന ചെറുക്കനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അവൻ ആരടുത്തൊക്കെ മിണ്ടുന്നുണ്ട്, അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരാ, അവന് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ, അവൻ എത്ര നീളമുണ്ട് എന്നുള്ള എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോറയാണെങ്കിൽ ഒരു ഡിറ്റക്റ്റീവിനെ പോലെയാണ് നടക്കുന്നത്. നമ്മുടെ ബോറയുടെ ഫ്രണ്ടും എല്ലാ ദിവസവും ഇവർക്ക് മെയിൽ അയക്കും. എന്നിട്ട് ഇവളുടെ അടുത്ത് ഓരോരോ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അയച്ചു കൊടുക്കും. അവൻ എത്ര നീളമുണ്ട്, അവൻ്റെ ഫേവറേറ്റ് ഫുഡ് ഏതാ എന്നൊക്കെ. ഇതിനൊക്കെ അനുസരിച്ച് നമ്മുടെ ബോറയും ആക്ട് ചെയ്യുന്നുണ്ട്. ഇവളാണെങ്കിൽ നമ്മുടെ ഈ ഹ്യുഞ്ചൻ എന്ന് പറയുന്ന ചെറുക്കനെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. ഈവൻ അവൻ്റെ ഷൂസിൻ്റെ സൈസ് വരെ നമ്മുടെ ബോറ കണ്ടുപിടിച്ച് അവളുടെ ഡയറിയിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവളാണെങ്കിൽ വേറൊരു കാര്യവും ശ്രദ്ധിക്കും. അതായത് നമ്മുടെ ഈ ഹ്യുഞ്ചിനാണെങ്കിൽ ഫുട്ബോൾ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പോരാത്തതിന് ഇവനാണെങ്കിൽ ഈ സ്കൂളിൽ ഒരുപാട് ഫാൻസും ഉണ്ട്. അപ്പോൾ നമ്മുടെ ബോറയാണെങ്കിൽ അവളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് മെയിൽ അയച്ചിട്ട് പറയും, നീ അതൊന്നും ആലോചിച്ച് പേടിക്കണ്ട, എന്തായിരുന്നാലും അവന് ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഒന്നും കാണാനുള്ള ചാൻസസ് ഇല്ല എന്ന്. ഈ ബോറയാണെങ്കിൽ നമ്മുടെ ഈ ഹ്യുഞ്ചിനെ ഫോളോ ചെയ്ത് അവൻ്റെ വീട് വരേക്കും പോകും. അതായത് അവൻ വീട്ടിൽ എത്ര മണിക്കാണ് എത്തുന്നത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസമാണെങ്കിൽ നമ്മുടെ ബോറയുണ്ടല്ലോ, അവൾ ക്ലാസ്സിലിരിക്കാൻ നേരത്ത് ക്ലാസ്സിലെ പഠിപ്പിക്കുന്ന പോലും ശ്രദ്ധിക്കാണ്ട് പുറത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയായിട്ട് നമ്മുടെ ഈ ജിന്നുണ്ടല്ലോ, അവനാണെങ്കിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുക. ഇവളാണെങ്കിൽ ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ജിന്നിനാണെങ്കിൽ ഒരു പരിക്ക് പറ്റും. ഇത് കാണുന്നത് നമ്മുടെ ബോറ ആ ക്ലാസ്സിൽ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് എന്തോ പറ്റി നിനക്ക് എന്നുള്ള രീതിയിൽ വിളിച്ചു പോകും. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്ന നമ്മളുടെ സാറ് ഭയങ്കര ഒരു ഷോക്കായിപ്പോൾ. സാറാണെങ്കിൽ ബോറ എടുത്ത് വയ്ക്കും, നീ ഇപ്പം എന്തുമായി കാണിക്കുന്നത്, നിനക്ക് എന്തോ പറ്റിയെന്ന്. ഉടനെ തന്നെ നമ്മുടെ ബോറ അവിടെ ആക്ട് ചെയ്യാൻ തുടങ്ങും. അയ്യോ സാർ, എനിക്ക് ഒട്ടും വയ്യ, എനിക്ക് വയറ് വേദനിച്ചിട്ട് വയ്യ എന്ന്. അങ്ങനെ നമ്മുടെ ഈ സാർ ഇവളെ MA റൂമിലോട്ട് പറഞ്ഞു വിടും. നമ്മുടെ ബോറയും ഭയങ്കര സന്തോഷത്തോടെ ആ MA റൂമിൽ വന്ന് കയറും. എന്തോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയായിട്ട് നമ്മുടെ ജിന്നും അവൻ്റെ ആ ഒരു ഫ്രണ്ടും ഇരിപ്പുണ്ട്. അവൻ്റെ ഫ്രണ്ടിൻ്റെ പേര് വൂ എന്നാണ് കേട്ടോ. ഇവന്മാർ രണ്ടുപേരും കൂടി എന്തോ കാര്യം ഇങ്ങനെ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ബോറയാണെങ്കിൽ ഇവന്മാരുടെ ബെഡിൻ്റെ തൊട്ടടുത്തുള്ള ബെഡിൽ തന്നെ വന്നങ്ങ് കിടക്കും. ഇവിടെ ആയിട്ടൊരു കർട്ടനും ഇട്ടിട്ടുണ്ട്. നമ്മുടെ ബോറ ഇങ്ങനെ ഇവന്മാരെന്തോ പറയുന്നതെന്ന് സൂക്ഷിച്ച് കേട്ടോണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ജിന്നിൻ്റെ ഫ്രണ്ടായിട്ടുള്ള വൂ ഉണ്ടല്ലോ, അവനവിടെ പറയും, എടാ നമുക്കാണെങ്കിൽ ഒരു ക്ലബിലായിട്ട് ജോയിൻ ചെയ്യാം, ആ ക്ലബ്ബ് സൂപ്പറാണ്, അവിടെ കുറച്ച് ടാലൻ്റ് ഉള്ള ആൾക്കാരെയൊക്കെ എടുക്കുന്നേന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ബോറയ്ക്കാണെങ്കിൽ അങ്ങ് ഭയങ്കര സന്തോഷം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജിന്നുമായിട്ട് കൂടുതൽ അറിയാൻ വേണ്ടി ഏതെങ്കിലും ഒരു ക്ലബ്ബിൽ ജോയിൻ ചെയ്താൽ അത്രയും നല്ലതല്ലേ. അങ്ങനെ അവളിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും പെട്ടെന്ന് തന്നെ നമ്മളുടെ വൂ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഈ ജിന്നിൻ്റെ ഫ്രണ്ട്, അവന് ഫീൽ ചെയ്യും ഇവന്മാരെ ആരോ ഒളിഞ്ഞിരുന്ന് കേട്ടോണ്ടിരിക്കുക എന്ന്. വേഗം തന്നെ അവൻ ഈ കർട്ടൻ പിടിച്ചങ്ങ് മാറ്റും. അപ്പോൾ നമ്മളുടെ ബോറയാണെങ്കിൽ സെക്കൻഡ് നേരം കൊണ്ട് അവൾ ആ കട്ടിൻ്റെ അടിയിലായിട്ട് കയറി അങ്ങ് ഒളിച്ചിരിക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ ബോറയും ഇപ്പോൾ ഈ ഒരു ക്ലബിലായിട്ട് ജോയിൻ ചെയ്യാൻ തന്നെ പ്ലാൻ ചെയ്തിരിക്കുവാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലബിൽ ചൂസ് ചെയ്യാനുള്ള ഒരു ഇൻ്റർവ്യൂ പോലത്തെ സംഭവം നടക്കുന്നതാണ്. അവിടെയാണെങ്കിൽ എല്ലാവരും അവരവരുടെ കഴിവ്
കഴിവൊക്കെ കാണിക്കും. നമ്മുടെ ബോറയാണെങ്കിൽ അവളുടെ സ്പെഷ്യൽ ടാലൻ്റ് ആയിട്ടുള്ള ഓരോരുത്തരെ അടിക്കാനുള്ള കഴിവ്, അതായത് അവിടെ ഉള്ളൊരു വുഡ് കണക്കത്തെ സംഭവം നമ്മുടെ ബോറയാണെങ്കിൽ അടിച്ചങ്ങ് പൊട്ടിക്കും. എന്നിട്ട് ലാസ്റ്റ് ചാൻസ് വരുന്ന നമ്മളുടെ ജിന്നിനാണ്. അവരാണെങ്കിൽ പ്രത്യേകിച്ച് വലിയ കഴിവൊന്നുമില്ല, എങ്കിലും അവൻ അവിടെ നല്ലതുപോലെ സംസാരിക്കും. അവസാനം അവിടുത്തെ ജഡ്ജസ് പറയും, ഇക്കൂട്ടത്തിൽ ബോറയും അതേപോലെ തന്നെ ജിന്നും, നിങ്ങൾ രണ്ടുപേരും ഏതെങ്കിലും ഒരാൾക്ക് മാത്രമേ ഈ ക്ലബ്ബിൽ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന്. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നേ നമ്മുടെ ജിന്നെന്തോ പറയുമെന്നറിയാവോ? സർ, എന്തായിരുന്നാലും ബോറേനെ ചൂസ് ചെയ്യും, അവൾക്ക് നല്ല ടാലൻ്റ് ഉണ്ട്, അവളെ പോലെ നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള കൊച്ച് നിങ്ങളുടെ ക്ലബ്ബിലുണ്ടെങ്കിൽ എന്തുകൊണ്ട് നല്ലതായിരിക്കും, അതുകൊണ്ട് തന്നെ ഞാൻ വിഡ്രോ ചെയ്യുവാണെന്ന് പറഞ്ഞ് ജിന്ന് അതിൽ നിന്ന് അങ്ങ് മാറി നിൽക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ ബോറയ്ക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. അവസാനം നോക്കുമ്പോൾ എന്തോ നമ്മുടെ ബോറയാണെങ്കിൽ ഈ ക്ലബ്ബിലായിട്ട് ജോയിൻ ആയിട്ടിരിക്കുവാണ്. അവൾക്ക് ഇതിൽ നിന്ന് ഇനിയിപ്പോൾ പിന്മാറാനും പറ്റത്തില്ല. അവളിപ്പോൾ ഭയങ്കര ശോകത്തിലായിരുന്നു. എന്നാൽ അവൾക്കിപ്പോൾ ആകെപ്പാടുള്ളൊരു സമാധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജിന്നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള വൂ ഉണ്ടല്ലോ, അവൻ ഈ ക്ലബ്ബിലാണ് ഉള്ളത്. അപ്പം നമ്മളുടെ ബോറയാണെങ്കിൽ ഓരോരോ പ്ലാനിങ് ഒക്കെ നടത്തും. എന്തൊക്കെയായിരുന്നാലും ഇവനെ എങ്ങനെയെങ്കിലും സോപ്പിട്ട് കയ്യിലെടുക്കണം. ഇവനെ കയ്യിലെടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജിന്നുമായിട്ട് കമ്പനി ആവാൻ പറ്റും, അവനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും എന്ന്. അങ്ങനെ നമ്മുടെ ബോറ വലിയ മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.